യഹോവയ്ക്ക് പുതിയൊരു പാട്ടുപാടാം നാം പൂർണ്ണ ഹൃദയത്തോടെ, തപ്പുകളോടെ കിന്നരത്തോടെ യഹോവയെ സ്തുതിച്ചിടാമേ. തപ്പുകളോടെ കിന്നരത്തോടെ യഹോവയെ സ്തുതിച്ചിടാമേ. കാരുണ്യവാനും സർവശക്തനുമായ ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മെ മെനഞ്ഞവനും നമ്മെ സൃഷ്ടിച്ചവനും അത് തൻ്റെ മഹത്വത്തിനായി നമ്മെ ഉണ്ടാക്കിയവനുമായ സർവശക്തനായ ദൈവം, അവിടുത്തെ തിരുനാമം നമ്മിൽ കൂടി എന്നേക്കും മഹത്വപ്പെടുവാൻ സംഗതിയാകട്ടെ. ദൈവകൃപയാൽ ഒരു മനോഹരമായൊരു ദിവസം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവിക പദ്ധതിയും ദൈവ ഇഷ്ടവും എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിനായിട്ട് നമ്മെ തന്നെ അർപ്പണം ചെയ്യുമ്പോൾ ദൈവഹിതം നമ്മളിൽ കൂടി അറിഞ്ഞും അറിയാതെയും വെളിപ്പെടുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. തന്നെ അന്വേഷിക്കുന്നവരിൽ, തന്നിൽ പ്രിയം വയ്ക്കുന്നവരിൽ, തന്നെ വിശ്വസ്തയോടെ തൻ്റെ പക്കൽ ഫലമേൽപ്പിക്കുന്നവരിൽ ദൈവം അവരിൽ കൂടെ മഹത്വപ്പെടുക തന്നെ ചെയ്യും. അവരുടെ ജീവിതങ്ങൾ അത്ഭുതകരമാവണ്ണം, അവർക്കും മറ്റുള്ളവർക്കും അതിശയകരമാവണ്ണം തക്കവണ്ണം ദൈവം അതിനെ രൂപാന്തരപ്പെടുത്തുകയും തൻ്റെ വലിയ കൃപകളാലും നന്മകളാലും നിറയ്ക്കുകയും ചെയ്യും. എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളല്ല, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവ ഉയർന്നിരിക്കുന്നുവെന്ന് പറഞ്ഞ തിരുവെഴുത്ത് പോലെ നമുക്ക് മനസ്സിലായില്ല എന്ന് വരും. പക്ഷേ ദൈവത്തിന് സർവ്വതും അറിയാമെന്നുള്ള ആ ഉറച്ച ബോധ്യത്തോടെ നമ്മൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ തൻ്റെ മഹത്വത്തിനായി ഒരിക്കലും നഷ്ടമാകാതെ സൂക്ഷിച്ച് തൻ്റെ നാമമഹത്വം അത് നമ്മളുടെ ജീവിതത്തിൽ കൂടി വെളിപ്പെടുമെന്നുള്ളതിന് ദൈവവചനം നമ്മളെ സാക്ഷിക്കുന്നു. ദൈവിക ജീവിതങ്ങൾ നമ്മളെ സാക്ഷിക്കുന്നു. ഓരോ ജീവിത അനുഭവങ്ങളും നമ്മളെ അത് പ്രബോധിപ്പിക്കുന്നതാണ്. ഈ സങ്കീർത്തനം ആ ഒരു നിലയിൽ ദൈവത്തെ സ്തുതിക്കുവാനുള്ള സങ്കീർത്തനമാണ്. മനുഷ്യന് ചെയ്യുവാനുള്ള ഏറ്റവും വലിയ സവിശേഷമായ കാര്യം, ഞാൻ എന്ത് പകരം കൊടുക്കും അല്ലേ? സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നുണ്ട്, യഹോവ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ അവന് പകരം കൊടുക്കും? എന്ത് പകരം കൊടുത്താൽ മതിയാകും? അവൻ നമുക്ക് തന്നിരിക്കുന്ന ജീവിതവും ജീവനവും എല്ലാം ഓർത്താൽ, നമ്മുടെ സൃഷ്ടിയും നമ്മുടെ ശരീരം, ആത്മദേഹി, ദേഹം അല്ല, എല്ലാം ഓർത്താൽ എന്ത് പകരം കൊടുത്താൽ ദൈവത്തിന് മതിയാകും? അല്ല, ദൈവത്തിന് എന്തുകൊണ്ട് നമ്മൾ നിറയ്ക്കാൻ പറ്റും? ധനം കൊടുത്താൽ അവൻ സർവ്വസമ്പത്തിൻ്റെ ഉടമയല്ലേ? വെള്ളിയും പൊന്നും എനിക്കുള്ളതെന്നാണ്. വെള്ളി കൊടുത്താൽ അവൻ സ്വീകാര്യമാണ്. എന്ത് കൊടുത്ത് 1000 തൈല നദികൾ അവൻ പ്രസാദിക്കുമോ? 1000 ആട്ടുകൊറ്റനിൽ അവൻ പ്രസാദിക്കുമോ? എനിക്ക് വിശന്നാൻ നിന്നോട് ചോദിക്കുമോ? ദൈവം ചോദിക്കുന്നുണ്ട്. കാട്ടിലെ മൃഗങ്ങളൊക്കെ എനിക്കുള്ളതാണ്, എല്ലാം എൻ്റേതാണ് അല്ലേ? ഒരു 30 ദിവസത്തേക്ക് ഇസ്രായേൽ ജനത്തിന് 6 ലക്ഷം സമ്മിശ്ര പുരുഷാരത്തിന് അതിരാവിലെ തോറും കാടപക്ഷിയെ കൊടുത്തതായ ദൈവം അത് വന്ന് പറന്ന് നിൽക്കുമാറാക്കുകയാണ്. ചെന്ന് പോയി പിടിക്കുമോ എന്ന് കണ്ടെത്തുകയല്ല, അവർക്ക് അങ്ങനെ കൊണ്ടുപോയി കൊടുത്ത ദൈവം. ചെങ്കടലിനെ വിഭാഗിച്ച ദൈവം മന്ന എന്നും പൊഴിച്ചു കൊടുക്കുകയാണ്. ഹെവൻലി ഫുഡ്, സ്വർഗീയ മന്ന അവർക്ക് പൊഴിച്ചു കൊടുത്ത ദൈവം. എന്തെല്ലാം അതിശയങ്ങളാൽ അത്ഭുതങ്ങളാലും ദൈവം വഴി നടത്തി. ആ ദൈവത്തിന് നമ്മൾ എന്ത് പകരം കൊടുത്താൽ എന്ത് പകരം കൊടുക്കും? ഒന്ന് മാത്രം, നമ്മെ തന്നെ കൊടുക്കാറുണ്ട്. സ്തോത്രം യാഗമെന്ന് അർപ്പിക്കുമെന്ന്. സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്ന സങ്കീർത്തനം പറയുന്നത്. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. പഴയ നിയമകാലങ്ങളിലാണെങ്കിൽ അല്ല, ഇസ്രായേൽ ജനത്തിന് മാത്രമാണത് നിയോഗിക്കപ്പെട്ടിരുന്നത്, യാഗാർപ്പണമെന്ന് പറയുന്നത്. പ്രകാരമാണെങ്കിൽ അവർ ആടുകളെയോ മാടുകളെയോ കാളകളെയോ കുറുപ്രാവിനെയോ ഒക്കെ അവർ ദേവാലയത്തിൽ കൊണ്ടുപോയി യാഗം അർപ്പിക്കും. എന്നാൽ മറ്റുള്ളവർക്ക് അതിന് ദൈവം ആഗ്രഹിച്ചിരുന്നില്ല. ഇസ്രായേൽ ജനത്തിന് മാത്രം കൊടുത്തിരുന്നതാണ്. പുതിയ നിയമസഭയ്ക്ക് വരുമ്പോൾ ആ യാഗങ്ങളിൽ അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ തന്നെ യാഗമായി അർപ്പിക്കുക, നമ്മുടെ ആത്മശരീര മനസ്സുകളെ യാഗമായി അർപ്പിക്കുക, സ്തോത്രയാഗം അർപ്പിക്കുക. അതൊക്കെയാണ് സവിശേഷമായ കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ മനസ്സോടെ ദൈവം എനിക്ക് എന്ത് ചെയ്തു എന്ന് തിരിച്ചറിഞ്ഞ് ഈ ഏലിയ പ്രവാചകനെ ദൈവിക ദൗത്യത്തിനായി വിളിക്കുമ്പോൾ അവൻ്റെ പുറത്ത് പുതപ്പിട്ടിട്ട് പോവുകയാണ്. ഉടനെ എലീശ പ്രവാചകൻ എന്ന് പറയുക, യജമാനെ ഞാൻ ചെന്ന് യാത്ര പറഞ്ഞിട്ട് വരാമെന്ന് പറയുമ്പോൾ എലിയ പ്രവാചകൻ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്ന് നീ ഓർത്തുകൊള്ളുകയെന്ന്. ആ വലിയ കോൾ, ആ വലിയ വിളിയാണ് എലീശ പ്രവാചകന് പുറത്ത് വന്ന് വീണത്.
അപ്പോൾ അതിൻ്റെ ആ വില അത് എലിയപ്രവ ഓർമ്മിക്കും, ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്ന്. അപ്പം നമുക്ക് ദൈവം നമ്മളോട് ഓരോരുത്തരും ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്ന്. അതിന് ഉത്തരം നമുക്ക് പുതിയ നിയമത്തിലും എന്താ കാണുന്നത്? തൻ്റെ പുത്രനെ തന്നെ നമുക്ക് യാഗമായി പകരമായി ക്രൂശിൽ യാഗമാകുവാൻ ഏൽപ്പിച്ചു തന്ന പിതാവിൻ്റെ സ്നേഹം, തൻ്റെ ജീവനെ തന്നെ മറുവില, തൻ്റെ അവസാനത്തുള്ള രക്തം വരെയും നമ്മളെ വീണ്ടെടുക്കുവാൻ ചിന്തിയ ആ മഹാസ്നേഹം, എല്ലാറ്റിലും ഉപരിയായി നമ്മുടെ പാപശാപ രോഗങ്ങളെല്ലാം ചുമന്നൊഴിച്ച ദൈവത്തിൻ്റെ കുഞ്ഞാട്, പാപമെന്തെന്നറിയാത്തവൻ, പാപം തീണ്ടിയിട്ടില്ലാത്തവൻ, പാപം അറിയാത്തവൻ, അവൻ നമുക്ക് വേണ്ടി പാപമാക്കി എന്നാണ് പറയുന്നത്. നമ്മുടെ എല്ലാം അകൃത്യങ്ങളെല്ലാം അവൻ്റെ മേൽ ചുമത്തപ്പെട്ടു. അതെത്രമാത്രം, അതാണ് കഠോരമെന്ന് പറയുന്നത്. അതാണ് കർത്താവ് ആ പാനപാത്രം നീങ്ങി പോകണമേ എന്ന് പ്രാർത്ഥിക്കാൻ കാരണം പാപമറിയാത്തവനെ, ആ തിന്മ തൊടാത്തവനെ, ആ സാക്ഷാൽ വെളിച്ചമായവനെ അവൻ നമുക്ക് വേണ്ടി ആ പാപങ്ങളെല്ലാം ചുമന്നൊഴിച്ചു, ദൈവത്തിൻ്റെ കുഞ്ഞാട്. അതാണ് ഏറ്റവും ദൈവം ചെയ്ത ഏറ്റവും വലിയ ശ്രേഷ്ഠമായ കാര്യം. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളൂ എന്നാണ്. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ നമ്മൾ ദൈവോന്മുഖമായി വരുമ്പോൾ നമ്മുടെ മറ്റുള്ള ജീവിതങ്ങളുടെ കാര്യങ്ങളെല്ലാം അതെല്ലാം അതിൻ്റേതായ ആ ഒരു ഇതിൽ പോയിക്കൊള്ളും. നമ്മളതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. നാളെക്കുറിച്ചൊന്നും ബോധേഡാകേണ്ട, വറീഡാകേണ്ട ആവശ്യമേ ഇല്ല. ദൈവം എല്ലാം തക്ക സമയത്ത് നമുക്ക് വേണ്ടി ചെയ്യും. നാം അവൻ്റെ വഴികളിൽ സഞ്ചരിക്കുക മാത്രം, അവൻ്റെ പദ്ധതിക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക മാത്രം. അവൻ്റെ പ്ലാൻ, അവൻ്റെ ഇഷ്ടം, ദൈവമേ നിൻ്റെ ഇഷ്ടത്തിന് എന്നെ വിട്ടു തരുന്നുവെന്ന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ കണ്ട് യഹോവ തൻ്റെ ദൈവമെന്ന് അറിവീൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. ഈ ഒരു ബോധ്യം എപ്പോഴും നാം അവൻ്റേതാണ്. ഞാൻ ദൈവത്തിൻ്റെ വകയാണ്, ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്. ദൈവനെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ ഞാൻ എനിക്കുള്ളവനല്ല, ഞാൻ അവനുള്ളവനാണ്, ഞാൻ അവനുള്ളവളാണ് എന്നുള്ള ബോധ്യം നമ്മളിൽ എപ്പോഴെല്ലാം ഭരിക്കപ്പെടുന്നു. അപ്പോഴെല്ലാം നമുക്ക് ആന്തരികമായ സമാധാനവും സ്വർഗീയ സന്തോഷവും എല്ലാം നമ്മുടെ ഇടയിലേക്കും ലോകത്തിന് എടുത്തു കളയാൻ പറ്റാത്ത, ലോകത്തിന് തരാൻ പറ്റാത്ത സന്തോഷ സമാധാനങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരും. അതാണ് ഏറ്റവും സവിശേഷം എന്ന് പറയുന്നത്. മനുഷ്യനൊന്ന് കൊളാപ്സ്ഡാണ്, ഭയങ്കര പ്രശ്നങ്ങളിലാണ്. ധനം സമാഹരിക്കുന്ന അവൻ്റെ തൃപ്തി കിട്ടുന്നില്ല. അവന് ഉള്ളതെല്ലാം ആഡംബരങ്ങളെല്ലാം വലിച്ചു വാരി എല്ലാം എടുക്കുന്നു, അവന് സമാധാനം കിട്ടുന്നില്ല. ആഗ്രഹിച്ചതൊക്കെ അവൻ നേടിയെടുക്കുന്നു, പക്ഷേ അവന് സമാധാനം കിട്ടുന്നില്ല. സമാധാനത്തിന് ഒറ്റയ്ക്കൊരു കാര്യം, അത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് സമാധാനം. അതാ കൊലോസ്യർക്ക് പറഞ്ഞ അവൻ നമ്മുടെ സമാധാനം, ഹീ ഈസ് അവർ പീസ്. അവൻ തരുന്നത് മാത്രം, അവൻ തന്നെയാണ് നമ്മുടെ സമാധാനം. അവനുണ്ടെങ്കിൽ അവിടെ സമാധാനമുണ്ട്. ഇവിടെ പറയുകയാണ് അവനുള്ളവരാകുന്ന അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. നമ്മളെ ഷെപ്പേർഡ്, നമ്മളെ നയിക്കാനൊരു ഇടയനുണ്ട്. ആ ഇടയൻ്റെ ആ വടിയും കോലും നമ്മളെ നയിക്കും. ഇനി പറയുകയാണ് അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ, അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ. അത് തന്നെ നമ്മൾ ആദ്യം ചിന്തിച്ച് തന്നെ അവൻ്റെ സ്തോത്രമെന്ന് ഞാൻ അർപ്പിക്കും. വായെന്ന് പറയുന്നത് നമ്മുടെ വാതിലെന്ന് പറയുന്ന ഒരർത്ഥത്തിൽ നമ്മുടെ വാതിലും കൂടെ വാതിലാണ് അല്ലേ. അപ്പം നമ്മളൊരു വ്യക്തി വീട്ടിലേക്ക് വന്നാൽ നമ്മൾ വാതിൽ തുറന്ന് കിടക്കുകയാണെങ്കിൽ അവരകത്തോട്ട് കയറുകയില്ല, നമ്മൾ സ്വീകരിക്കുകയാണ്. എന്താണ് അടുത്ത വാതിൽ തുറക്കണം, എന്താണ് നമ്മുടെ ആദരം വന്ന വാതിൽ, ആ കയറി വരൂ, അല്ലെങ്കിൽ ആ വെൽക്കം നമ്മളെ അവരെ സ്വീകരിക്കുന്ന, അത് നമ്മുടെ ആദരം വെച്ച് നമ്മുടെ ശരീരഭാഷ വെച്ചൊക്കെ നമ്മളത് ചെയ്യുമ്പോഴാണ് അവരകത്തേക്ക് പ്രവേശിക്കുന്നത്. അതുവരെ അവരവിടെ നിൽക്കുക. പൊളൈറ്റ്നസ്, ജെൻറ്റിൽനെസ്, അതാണ് അവിടെ നിൽക്കുകയാണ്. അപ്പം നമ്മളവരെ സ്വീകരിക്കുന്നു. അപ്പോൾ നമ്മുടെ അധരമെന്ന് പറയുന്ന ഒരു വാതിലാണ്. ഈ വാതിലുകളിൽ ദൈവസ്തുതി ഉണ്ടായിരിക്കണം. ഈ വാതിലുകളിൽ ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കണം. അതായത് എൻ്റെ നാവിൽ ദൈവത്തിൻ്റെ പുകഴ്ച ഉണ്ടായിരുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. എപ്പോഴും ദൈവസ്തുതി. 34-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. അതാ ദൈവത്തിൻ്റേത്. എൻ്റെ ഉള്ള യഹോവയെ പ്രശംസിക്കുന്നു, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ആ ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എപ്പോഴും അവൻ്റെ സ്തുതി നമ്മുടെ നാവിലുണ്ടായിരിക്കണം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യാനായിട്ട് സാധിക്കണം. തുടർന്ന് പറയാം 5-ാമത്തെ വാക്യം, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറയായും ഇരിക്കുന്നു. For the Lord is good, his steadfast love endures forever, and his faithfulness to all generations. അവൻ്റെ ആ സ്റ്റെഡ്ഫാസ്റ്റ് ലവ്, ദയ എന്ന് പറയുന്നത് എന്നേക്കുമുള്ളതാണ്. ഈ ദയയെക്കുറിച്ച് പാടുന്നൊരു സങ്കീർത്തനം 136 നമ്മളിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അതിൽ ചില വാക്യങ്ങൾ നമ്മൾ പാടുകയാണ്, എന്തൊക്കെയോ ദൈവത്തെ സ്തുതിക്കണം, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും, നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഈ വാക്യം ആവർത്തിച്ച് സങ്കീർത്തനങ്ങളൊക്കെ വരുന്നുണ്ട്. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. എന്നിട്ട് ഈ സങ്കീർത്തനം മുഴുവനായിട്ട് പറയുകയാണ്, ദൈവം ചെയ്ത ഓരോ അത്ഭുതങ്ങൾ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. പകൽ വാഴുവാൻ സൂര്യനെയും
അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. രാത്രി മുഴുവൻ ചന്ദ്രനെയും നക്ഷത്രം കൊണ്ടാക്കാൻ അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. 8, 9 ഓരോന്നും. പിന്നെ പറയാണ് 23 നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്ന് നമ്മെ ഇടുവിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവൻ അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. കണ്ടോ, ഓരോന്നോർത്തോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ, ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ ചെയ്ത ദൈവിക കാര്യങ്ങൾ ഓരോന്നും അവർ ഓർക്കുകയാണ്. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്ന് പറയും. നമ്മുടെ നന്മകളെ ഓർക്കണം. നമ്മുടെ ജീവിതത്തിൽ നന്മകളെ ഓർക്കണം. ഇതുവരെയും നടത്തുന്ന വിധങ്ങൾ ഓർക്കണം. എന്നിട്ട് ഓരോന്നിനായിട്ട് ദൈവത്തെ സ്തുതിക്കണം. ദൈവമേ, ഇന്നെന്നെ നടത്തി എൻ്റെ ജീവനെ പരിപാലിച്ചു, എന്ന് എനിക്ക് കൃപ തന്നു, നന്ദി ദൈവമേ. എപ്പോഴും ആ നന്ദിയുള്ളൊരു ഹൃദയം. ഞാനല്ല, എൻ്റെ കൈയല്ല, എൻ്റെ മിടുക്കല്ല, എല്ലാം ദൈവമേ നിൻ്റേതാണ്, നിൻ്റെ കൃപയാണ് എന്നുള്ള ആ ഒരു ഉൾബോധ്യം നമ്മളെപ്പോഴും ഭരിക്കപ്പെടണം. മാത്രമല്ല നമ്മുടേതല്ല എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ തന്നെ നമ്മൾ സുരക്ഷിതരാണ്. ദൈവത്തിൻ്റെ കാര്യങ്ങൾ, ദൈവത്തിൻ്റെ വകയാണെങ്കിൽ ദൈവം നമ്മളെ സൂക്ഷിക്കുവാൻ അവിടുന്ന് ശക്തനാണ്, അല്ലേ? അക്കരങ്ങൾ മതിയായതാണ്, തൃക്കരങ്ങൾ ശക്തിയുള്ള ബലമുള്ള ഭുജവീര്യം കൊണ്ട് നമ്മളെ നടത്തുന്ന ദൈവം. ആ തൃക്കരങ്ങൾ നമ്മളെ സമർപ്പിക്കണം. ആ കരത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് നമുക്ക് വേണ്ടി മുറിവേറ്റ കരമാണ്. ആ മുറിവിൽ നമ്മളെ തന്നെ അർപ്പിച്ചാൽ അവിടെ നിന്ന് ആർക്കും അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറിക്കാൻ കഴിയുകയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സുരക്ഷിതമായ കാര്യങ്ങൾ നമ്മളെ തന്നെ അർപ്പണം ചെയ്യാം. ആ കാര്യങ്ങൾ നമ്മളെ മെനയുന്നതാണ്, നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നതാണ്, നമ്മളെ റിന്യൂ ചെയ്യുന്നതാണ്, നമ്മളെ റീഫോം ചെയ്യുന്നതാണ്. എല്ലാം നമ്മൾ രൂപപ്പെടുത്തും, മെനയും, എല്ലാം ഭംഗി വരുത്തും, ദൈവ ഇഷ്ടപ്രകാരമാക്കി തീർക്കുക, എല്ലാം. അപ്പോൾ ആ തൃക്കരങ്ങളിൽ കൊടുത്താൽ അവിടെ നിന്നെല്ലാം ഭംഗിയായി ചെയ്യും. അവൻ സകലവും നന്നായി ചെയ്തുവെന്ന് ആ ചെകിടിനെ കേൾക്കുമാറാക്കുന്ന ആ കാര്യത്തിൽ അവിടെ മർക്കോസിൻ്റെ സൃഷ്ടി അവൻ സകലവും നന്നായി ചെയ്തു. നന്നായി ചെയ്യുന്ന ദൈവകാര്യങ്ങളിൽ നമുക്ക് ആ സൃഷ്ടാവിൻ്റെ കാര്യങ്ങൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. ദൈവ ഇഷ്ടത്തിനായി നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്കതെല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് തന്ന പിതാവാൻ ദൈവമേ, പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി മറുവിലയായി ഏകുവാൻ, ക്രൂശിൽ യാഗമായി ഏകുവാൻ ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പുത്രൻ്റെ വിലയേറിയ ജീവനെ ഞങ്ങൾക്ക് മറുവിലയായി യാഗമായി ഏകുവാൻ കാണിച്ച സ്നേഹം, അപ്പോൾ അതെല്ലാം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകരപ്പെടുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. ഇതുവരെ നടത്തിയ എല്ലാ കൃപകൾക്കായ സ്തുതി. ഞങ്ങളുടെ ഉൾക്കണ്ണുകൾ, ആന്തരിക നയനങ്ങളെ തുറക്കണമേ. എല്ലാം കാണേണ്ടതുപോലെ കാണുവാൻ അവിടുത്തെ കണ്ണുകൾ ഞങ്ങൾക്ക് തരണമേ. അപ്പോൾ കേൾക്കേണ്ടതുപോലെ കേൾക്കുവാൻ, ചെയ്യേണ്ടതെല്ലാം ചെയ്യുവാൻ, തിരുനാമഹത്വത്തിനായി ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ ലോക ജീവിതം കർത്താവേ, അത് ഞങ്ങൾ നഷ്ടപ്പെടുത്തി കളയാതെ, പാഴാക്കി കളയാതെ, ഓരോ നിമിഷവും ഓരോ ദിവസവും ദൈവത്തോട് ചേർന്ന് ദൈവികമായി ദൈവഹിതപ്രകാരം അതിനെ ക്രമീകരിക്കുവാൻ തക്കൊണ്ട് ആവശ്യമായിരിക്കുന്ന കൃപയെ ഞാനും എല്ലാം അടിയങ്ങൾക്ക് പകർന്നു തരണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ, ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യങ്ങൾ അവിടുന്ന് ആഗ്രഹിക്കുന്ന എല്ലാം അവിടുത്തെ ഹിതപ്രകാരം പൂർത്തീകരിക്കുവാൻ ആവശ്യം കൃപയും ഞാനും എല്ലാം ഞങ്ങൾക്കവിടുന്ന് പ്രദാനം ചെയ്യണമേ എന്ന് ഞങ്ങൾ തിരുസന താഴ്മയോടെ യാചിക്കുന്നു. ഇതുവരെ തന്ന എല്ലാ കൃപകൾക്കായ സ്തുതി, ആരോഗ്യത്തിനായി, ബലത്തിനായി, ബുദ്ധിക്കായി, ശക്തിക്കായി, എല്ലാറ്റിനായി ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. അവിടെ ഞങ്ങളുടെ സർവസ്വമായിരിക്കണമേ. എല്ലാറ്റിനും കഴിയുന്ന അവിടുത്തെ സർവശക്തിയുള്ള ബലമുള്ള കരത്തിൽ ഞങ്ങളെ തന്നെ, ഞങ്ങൾക്ക് വേണ്ടി മുറിവേറ്റ തൃക്കരത്തിൽ യേശുവേ, ആ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ തിരുക്കരത്തിൽ ഞങ്ങളെ മുഴുവനായി, ഞങ്ങളുടെ ദേഹത്തെ, ഞങ്ങളുടെ ഭാവി ജീവിതങ്ങൾ എല്ലാം നിൻ്റെ കാര്യങ്ങൾ, തൃക്കരങ്ങൾ ഫലമേൽപ്പിക്കുന്നു. അവിടെ നിന്ന് നഷ്ടമാക്കാതെ സൂക്ഷിക്കുന്ന ദൈവമായിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവർക്കായി സ്തുതിക്കുന്നു, എല്ലാറ്റിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വവും മാനവും ഓരോ ജയങ്ങളും ഓരോന്ന് അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ ഞങ്ങളെ തന്നെ മഹിമപ്പെടുത്താതെ എല്ലാ മഹത്വവും നിനക്കർപ്പിക്കുന്നവരായി ഞങ്ങൾ മാറട്ടെ. എല്ലാറ്റിനും കൂടത്തേക്ക് മഹത്വം അർപ്പിക്കുന്നു, സമ്പൂർണ്ണമായ തൃപ്പാദത്തിൽ അർപ്പിക്കുന്നു. എല്ലാം തിരുനാമത്തിനായി തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യഹോവയാം ദൈവം നല്ലവനായതിനാൽ അവന്റെ ദയയോ മാറിപ്പോകയില്ല. യഹോവയാം ദൈവം നല്ലവനായതിനാൽ അവന്റെ ദയയോ മാറിപ്പോകയില്ല. വിളിച്ചവൻ എന്നും വിശ്വസ്തനാകയാൽ അന്ത്യത്തോളം എന്നെ നടത്തി